ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഇറച്ചിച്ചോറ്, ചിക്കൻ കൊണ്ടുള്ള ഇറച്ചിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് പഠിച്ചു നോക്കാം. ആരും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നമ്മളുടെ നേരിയരിയും വെച്ച് നമ്മളെ ചിക്കൻ ഇട്ടിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ചോറ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടുന്ന 2 ഉള്ളി, 3 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, നമ്മളെ ചിക്കന്, നേരിയരി, നമ്മളെ കുക്കർ, പിന്നെ 6 kg. അങ്ങനെ നമ്മളെ കുക്കറിൽ കുറച്ച് പിന്നെ വെളിച്ചെണ്ണയും കുറച്ച് 6 kg ഇട്ട്, അങ്ങനെ പച്ചമുളക് ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി ഇട്ട് നല്ലോണം വാട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. അങ്ങനെ ഞാൻ 2 ഉള്ളി അന്നേ എടുത്തത്. അങ്ങനെ 2 ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇടാം. നമ്മൾ പിന്നെ ചിക്കന് വേണ്ടുന്ന മസാലകളാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് എല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലോണം കുഴച്ചിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയിട്ട്, പിന്നെ നമ്മളെ ഇറച്ചിയിട്ട്, നമ്മൾ ചിക്കൻ 1/2 കിലോ ചിക്കനാണ്. ഞാൻ 2 നായി എന്ന് പറഞ്ഞാൽ 1 കിലോ നേരിയരി കൊണ്ടാണ് ഈ ഇറച്ചി ചോറുണ്ടാക്കുന്നത്. 1 കിലോ നേരി കൊണ്ട് നമുക്ക് 1 കിലോ ഇറച്ചി ഇട്ടാൽ ഞാൻ ഇത് 1/2 കിലോ ഇറച്ചി എടുത്തുള്ളൂ. നമുക്ക് ചിക്കൻ എത്ര വേണമെങ്കിലും ഇടാം. അങ്ങനെ നമ്മൾ 4 വിസിലടിയുന്നവരെ അടിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണിക്കെല്ലാം ഇത് ചോറുണ്ടാക്കാനൊന്ന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ കുറച്ച് 6 kg പാത്രത്തിൽ അറുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിക്ക്. അങ്ങനെ 6 kg നമുക്ക് നെയ്യിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 2 കിലോ പിന്നെ ഇറച്ചിച്ചോറിന് എന്തായാലും 150 വെളിച്ചെണ്ണ ഓയില കുറച്ച് 6 kg ഇടണേ, നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അങ്ങനെ നല്ലോണം ഉള്ളി വാടിയതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിൻ്റെ കണക്കിൻ്റെ അളവിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ഒരു പാത്രമുണ്ട്, ഈ പാത്രത്തിൻ്റെ കണക്കിൽ അരി ഇടുന്നുണ്ട്. അരീൻ്റെ പാത്രത്തിൻ്റെ അരിൻ്റെ പാത്രം നിറച്ചിട്ടുള്ള അരിയാണ് ഉണ്ടാകാൻ. അന്നേരം അതിൻ്റെ വെള്ളവും പിന്നെ ഇതിൻ്റെ കാലും വെള്ളം മാത്രം മതി. ഇത് അരിയുടെ കണക്കിൻ്റെ വെള്ളം. അങ്ങനെ ഈ പാത്രത്തിൻ്റെ അളവിൽ നിറച്ച അരി ഇട്ട് വെച്ച് ഈ പാത്രത്തിൻ്റെ കണക്കിൽ നിറച്ച് അതിൻ്റെ ഒരു 1/4 ഭാഗം ഉണ്ടായാൽ നമുക്ക് ചോറിൻ്റെ വെള്ളത്തിൻ്റെ കണക്കറിയും. ഇനി ആരും അറിഞ്ഞൂടാതൊന്നും പറയണ്ട. അങ്ങനെ നമ്മൾ ഇറച്ചിയെല്ലാം വന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളി പിന്നെ അരി കഴുകുന്നുണ്ട്. പിന്നെ നമ്മളെ വെള്ളം പതക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് വെച്ചതാണ്. അങ്ങനെ നമ്മൾ അരി ഇടുന്ന ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ഇടുന്ന. അങ്ങനെ അരിയെല്ലാം ഇട്ട് ചട്ടോനെ കൊണ്ടെല്ലാം ഇളക്കി നല്ലോണം മൂടി വെച്ചത്. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ ചോറൊന്ന് ബന്ധ കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറച്ചി ബന്ധ വെച്ചില്ലേ അത് വക്കയിലിടാം. നമ്മൾ നല്ല ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം മൂടിയിട്ടാണ് വെക്കാം. പിന്നെ നമ്മളെ മറ്റേ കുരുമുളകില്ല, അപ്പം പൊടിക്കാത്ത കുരുമുളക് ഇടണം. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം മൂടിയിട്ട് വെക്കാം. തീൻ്റെ കണലൊന്നും വേണ്ട, നമ്മൾ അടുപ്പത്താണ് വെക്കാം. തീൻ്റെ കണലെല്ലാം പോക്കിയിട്ട് ഈ കടലിൽ മാത്രം മതി. തീയെല്ലാം പോക്കിയിട്ട് ഈ കടലിൽ മേലെ നമ്മളെ ചോറ് നല്ലോണം വന്നിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഈ ഇറച്ചിച്ചോറ് എല്ലാവരും ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ തൈരും അച്ചാറും കൂട്ടിയിട്ട് തിന്നാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. ബൈ.